ഈ ഒരു പീസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണോ? എന്തും ചെയ്യാം. അതിലൊരു കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ കൂടെ പോരെ. ഇതേപോലത്തെ കുറച്ച് പീസസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഇതിലെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ഇഞ്ച് സ്ക്വയർ പീസസാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ട്രയാങ്കിളാക്കി ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 2 ആയിട്ട് മടക്കി ട്രയാങ്കിളാക്കി ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ പീസസും ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഒരു കഫ്താൻ്റെ സൈഡിൽ ഡിസൈൻ ചെയ്യാനാണ്. അതായത് നമ്മൾ ലേസൊക്കെ വെച്ചിട്ട് കഫ്താൻ്റെ സൈഡിൽ ഡിസൈൻ ചെയ്യില്ലേ, ആ ലേസിന് പകരം ഞാൻ കഫ്താൻ്റെ സൈഡിൽ ഈ പീസസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കഫ്താനാണെങ്കിൽ ആ സ്ലീവിൻ്റെ പോർഷൻ വിട്ടിട്ട് താഴോട്ട് കൂട്ടി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ 2 പീസസിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെയല്ല, കഫ്താൻ സൈഡ് ഫുൾ അങ്ങനെ ആ ഓരോ ഓപ്പൺ ആയിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഓരോ പീസിൻ്റെ അടിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കഫ്താന് മാത്രമല്ല പല ഡ്രസ്സുകളും നമുക്കിത് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. കോൺട്രാസ്റ്റിംഗ് കളേഴ്സിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ സെയിം പീസ് തന്നെ വെച്ചിട്ടാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് കോൺട്രാസ്റ്റിംഗ് കളേഴ്സൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ലേസ് വേണമെന്നില്ല. പലരും മുന്നേ ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കണേ.